ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. യോശുവ എഴുതിയ പുസ്തകം യോശുവ 24:15 വാക്യത്തിൻ്റെ അവസാന ഭാഗം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിൻ്റെ 15 വാക്യത്തിൽ യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമ്മോന്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം ശേഖേമിൽ കൂട്ടി. കൂടാതെ ഇസ്രായേലിലെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും ശേഖേമിലേക്ക് വിളിച്ചു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു നിന്നു. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുകയാണ്, ഞാൻ നിങ്ങളെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. മിസ്രയീമിനെ ചെങ്കടലിൽ മുക്കിക്കൊന്നു. നിങ്ങളെ ഉണങ്ങിയ നിലത്തിലൂടെ അക്കരെ കടത്തി. നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ മന്നയും കാടയിറച്ചിയും തന്നു. കുടിക്കുവാൻ മാറയിലെ വെള്ളം മധുരമായി തന്നു. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും വഴികാട്ടി നിങ്ങളെ നടത്തി. എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ പലവട്ടം എന്നെ തള്ളിപ്പറഞ്ഞു. കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ നമസ്കരിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളെ തള്ളിക്കളയാതെ കനാൻ ദേശം വരെ നിങ്ങളെ കൊണ്ടുവന്നു. ഈ ദൈവം വിശ്വസ്തൻ. ഈ ദൈവം സേവിപ്പാൻ മതിയായവനാണ്. കാരണം അവൻ നമ്മെ കൺമണി പോലെ സൂക്ഷിക്കുന്നു. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ താൻ ചിറക് വിരിച്ചു അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. അവനോടുകൂടി അന്യദൈവം ഉണ്ടായിരുന്നില്ല. ആവർത്തനം 32:1 വാക്യത്തിൽ നാം കാണുന്നു. മാത്രമല്ല മോശ പറയുകയാണ്, ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിൻ്റെ കാൽ വിങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്ന പോലെ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തി. അതുകൊണ്ട് യോശുവ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്നാൽ നിങ്ങൾ ആരെ സേവിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുക. യോശുവയ്ക്ക് ഇങ്ങനെ പറവാൻ സാധിച്ചതിൽ അനേക കാരണങ്ങളുണ്ട്. അതിൽ ചിലത് നമ്മൾക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട്, വിട്ടുപിരിയാതെ ദൈവത്തെ സേവിക്കുന്ന യോശുവ. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് സിനായ് മലയിൽ എത്തി. അവിടെ വെച്ച് അവർ ബിംബം ഉണ്ടാക്കി ദൈവത്തെ കോപിച്ചു. അനേകർ അത് മുഖാന്തരം പട്ടുപോയി. പിന്നെയും മോശം യഹോവയുടെ അടുക്കൽ ചെല്ലുകയും ജനത്തോട് സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം എല്ലാം മോശയുടെ ശുശ്രൂഷകനായ യോശുവ എന്ന ബാലിക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. പുറപ്പാട് 33:11 വാക്യത്തിൽ അങ്ങനെ കാണുന്നത്. എന്നാൽ ഈ സമയം എല്ലാം മോശയുടെ ശുശ്രൂഷകനായ യോശുവ എന്ന ബാലിക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. വിട്ടുപിരിയാതെ ദൈവത്തോട് കൂടിയിരിക്കുന്ന യോശുവെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മൾക്കും നമ്മുടെ കർത്താവിനോട് വിട്ടുപിരിയാതെ ഇരിക്കാം. പാപം നമ്മുടെ ജീവിതത്തിൽ വരാതെ, പാപത്തിൽ പെട്ടുപോകാതെ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ദൈവമായിട്ട് വിട്ടുപിരിയാതിരിക്കുവാൻ സാധിക്കത്തില്ല. നമ്മൾ വിട്ടുപോകും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിമിഷവും വിട്ടുപിരിയാതെ നമുക്ക് ദൈവത്തെ സേവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമതായിട്ട്, പ്രശ്നങ്ങളുടെ മധ്യേ യഹോവയിൽ ആശ്രയിക്കുന്ന യോശുവ. മോശ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അയച്ചവരുടെ കൂട്ടത്തിൽ യോശുവയും ഉണ്ടായിരുന്നു. അവർ ഒറ്റുനോക്കി തിരിച്ചു വന്ന് പറഞ്ഞത്, ദേശം നല്ലത്, പക്ഷേ അവിടെയുള്ള മല്ലന്മാർ വളരെ ശക്തിയുള്ളവരും ദേശനിവാസികളെ തിന്നുകളയുന്നവരുമാണ്. അങ്ങനെ ദുർവർത്തനം പറഞ്ഞ് ജനത്തെ ഭ്രമിപ്പിച്ചു. ജനം മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. എന്നാൽ ദേശത്തെ ഒറ്റുനോക്കാൻ പോയവരിൽ മോശയും കാലേബും വസ്ത്രം കീറി അവർ പറഞ്ഞു, യഹോവ നമ്മിൽ പ്രസാദിക്കുമെങ്കിൽ നമ്മൾക്കത് കൈവശമാക്കുവാൻ കഴിയും. നമ്മോട് കൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. അവിടെ ഈ സംഖ്യാപുസ്തകത്തിൻ്റെ 14 അധ്യായത്തിൽ ആ ഭാഗം വളരെ വ്യക്തമായിട്ട് അവിടെ വിവരിക്കുന്നുണ്ട്. സംഖ്യ 14:10 വാക്യത്തിൽ നാം യോശുവ പറയുന്നത്, 14:10 വാക്യത്തിൽ യോശുവ പറയുകയാണ്, അവിടെ പറയുകയാണ്, യഹോവ നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. അപ്പോൾ അത്രമാത്രം വിശ്വാസം ബാക്കി 10 പേരും ഒപ്പോസ് ചെയ്തപ്പോൾ അവിടുത്തെ ശരിയാണ്, അവിടുത്തെ മനുഷ്യരെ കണ്ടാൽ പേടി തോന്നും എന്നുള്ളത് അത് ശരിയാണ്. അവരെ കണ്ടാൽ അവരുടെ മുമ്പിൽ വെറും അവിടെ പറയുന്ന, അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്കമല്യന്മാരെ കണ്ടു, ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. അസാധ്യമായ ഒരവസ്ഥയാണ്. അവർ വെട്ടിക്കിളി പോലെയുള്ള മല്ലന്മാരാണ്. വളരെ ശക്തരായിട്ടുള്ള മല്ലന്മാരാണ്. എന്നാലും ഇവിടെ യോശുവ പറയുകയാണ്, യഹോവ നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ God is with us,
ദർ ഈസ് നോ നീഡ് ഫോർ എസ് ടു ഫിയർ എനിത്തിങ്. അത് നമുക്ക് മനസ്സിലാക്കും. അതാണ് യോശുവയുടെ വിശ്വാസമായിരുന്നത്. യോശുവ പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ ജയിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, നമ്മൾ ജയിക്കുന്നത് യുദ്ധത്താലുമല്ല ശക്തിയാലുമല്ല, യഹോവ കൂടെ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ളത് യോശുവ പഠിച്ചു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റുള്ളവർ ചെയ്തപ്പോൾ എന്നാറെ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ തേജസ്സമാഗമന കൂടാരത്തിലെല്ലാം ഇസ്രായേൽ മക്കളെ കാണുക പ്രത്യക്ഷമായി. ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് യോശുവയും കാലേബും വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു ഭയപ്പെട്ടില്ല. ജനമെല്ലാം ഇളകി അവർ കല്ലെറിയണം എന്നവർ തീരുമാനിച്ചു, കല്ലെറിയാനായിട്ട് എടുത്തു. എന്നാൽ ആ സമയത്ത് യഹോവയുടെ തേജസ് അവിടെ പ്രത്യക്ഷനാകുന്നു. ഇവരെ രക്ഷിക്കുന്നതായിട്ട് കാണുന്നു. യഹോവയിൽ തന്നെ ആശ്രയമായിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ നിമിഷം കല്ലെറിയുവാനായിട്ട് അവരെ എടുത്ത നിമിഷം, കല്ലെറിഞ്ഞാൽ കൊല്ലും എന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. സഭ മുഴുവനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ദൈവം അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട്, ദൈവത്തിൻ്റെ തേജസ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. തേജസ്സമഗമനത്തിൽ എല്ലാ ഇസ്രായേൽ മക്കളും കാണുക പ്രത്യക്ഷമായി. മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും, ഞാൻ അവരുടെ മധ്യ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ട് അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും. അതെ, ജനം മുഴുവനായിട്ട് യഹോവയെ വിശ്വസിക്കാതിരുന്ന സന്ദർഭത്തിൽ കാലേബും യോശുവയും യഹോവയിൽ വിശ്വസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ സംഹാരം അവിടെ കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ യോശുവയും മോശയും രക്ഷിപ്പാനായിട്ട്, ദൈവത്തിൽ വിശ്വസിച്ച മോശയും യോശുവയും രക്ഷിപ്പാനായിട്ട് സമാഗമന കൂടാരത്തിൽ യഹോവയുടെ തേജസ് പ്രത്യക്ഷമായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, യഹോവയിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അവരുടെ മധ്യത്തിൽ യഹോവ വന്ന് അവരെ സഹായിക്കുമെന്നുള്ളത് നമുക്ക് ചരിത്രം കാണുന്നു. ശദ്രക്ക്, മേശക്കിനെ, അബേദ്നെഗോവിനെയും തീയിലിടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്നാൽ അവർ വിശ്വസിച്ചു. കർത്താവ് വിശ്വസിപ്പാനായിട്ട് ശക്തനെന്ന് വിശ്വസിച്ചത് മുഖാന്തരമായിട്ട് അവരുടെ മധ്യത്തിലേക്ക് മൂന്നാളുടെ കൂടെ ഒരാളും കൂടി വന്ന് ആ ശദ്രക്ക്, മേശക്കിന്, അബേദ്നെഗോവിനെ രക്ഷിക്കുന്നതായിട്ടും യഹോവയുടെ നാമം മഹത്വപ്പെടുന്നതിനായിട്ടും ഇടയായിട്ട് തീർന്നു. അതുപോലെ ദാനിയേലിൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സിംഹത്തിൻ്റെ കുഴിയിൽ അവൻ വീണു എന്നുള്ളത് ശരിയാണ്. എന്നാൽ കർത്താവ് വിശ്വസിച്ച കർത്താവിൽ മാത്രം ആശ്രയിച്ച ദാനിയേലിനെ സിംഹങ്ങളുടെ വായടച്ച് ദൈവം രക്ഷിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യോശുവയുടെ ജീവിതത്തിൽ യോശുവ പറയുന്നതിനൊരു കാരണമുണ്ട്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയിൽ സേവിക്കും. ബാക്കിയുള്ളവരെല്ലാവരും വിട്ടുപോയപ്പോൾ, ബാക്കിയുള്ള സഭയെല്ലാം കല്ലെറിയണമെന്ന് പറഞ്ഞപ്പോൾ സഭയെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നപ്പോൾ യഹോവയിൽ ആശ്രയിച്ച് വിശ്വസിച്ച ഒരു യോശുവയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് യോശുവ പറയുന്നത്, നിങ്ങളെല്ലാവരും ദൈവത്തെ വിട്ടുപോയാലും ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയ്ക്ക് അങ്ങനെ പറയുവാൻ സാധിച്ചത്, ഒന്നാമതായിട്ട് യോശുവ ദൈവത്തെ വിട്ടുപിരിയാതെ ദൈവത്തെ സേവിക്കുന്നു. രണ്ടാമതായിട്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന യോശുവയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യോശുവയുടെ ജീവിതത്തിൽ പറയുവാൻ സാധിക്കും, ഞാനും എൻ്റെ കുടുംബമോ യഹോവയിൽ സേവിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മൾക്കും വരുന്ന ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്നിരുന്നു കൊണ്ട്, പാപത്തിൽ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ വിട്ടുപിരിയാതെ കർത്താവിനെ സേവിക്കാം. മാത്രമല്ല, ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിലും നമുക്ക് ഈ കർത്താവിനെ വിശ്വസിക്കാം. നമുക്ക് അങ്ങനെ യോശുവയെക്കുറിച്ച് നമുക്കും പറവാൻ, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറവാൻ പ്രാപ്തിയുള്ളവരായിട്ട് തീരുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.